ഹായ് ബിംബിലിക്ക് ബിലാപ്പീസ്, വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ്റെ ഉന്മാദം കണ്ടു. ഉന്മാദം, മതിഭ്രമം, ഭ്രാന്ത്, വട്ട് എന്നൊക്കെ പറയണ പോലെ. പക്ഷേ ഈ ഒരു പടം കാണാനുള്ള എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഷാഹി കബീർ ആയിരുന്നു. ഇതിൻ്റെ ദി റൈറ്റർ ഓഫ് നായാട്ട്, ഇലവീഴ, പൂഞ്ചിറ, ജോസഫ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി ആൻഡ് ലാസ്റ്റ് ഇറങ്ങിയ റോന്ത്. അതായത് പോലീസുകാരൻ്റെ പച്ചയായ ലൈഫ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു റൈറ്ററാണ് ഈ ഷാഹി കബീർ. അതുകൊണ്ട് തന്നെയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയതും. പക്ഷേ അണ്ണന് നൈസായിട്ട് ഇതിലൊന്ന് പണി പാളിയിട്ടുണ്ട്. വേറൊന്നുമല്ല, ചെറുതായിട്ട്. അതായത് ഒരു പോലീസുകാരൻ്റെ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ആൾ കാണിച്ചു പോയി. പക്ഷേ അതിലേക്ക് ഒരു മിസ്റ്ററി എലമെൻ്റ് ആൾ കൊണ്ടുവന്നു എന്ന് വെച്ചാൽ അതിന് രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഒന്നിന് മേലെ കൊണ്ട് നിർത്താനോ ആൾക്ക് പറ്റിയില്ല. അത് രണ്ടും എന്തോ ഒരു മിസ്മാച്ച് ആവാത്ത പോലെ തോന്നി, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് കിഡിൽ നടന്നു, അടിപൊളി നടന്നു. നമ്മുടെ നായകൻ പോലീസ് ഓഫീസർ, ആൾക്കൊരു തിരക്കഥാകൃത്താവാനുള്ള മോഹം. പക്ഷേ ആളുടെ തിരക്കഥയൊന്നും ആരും വായിക്കുന്നില്ല, ഇഷ്ടമാവുന്നില്ല ആർക്കും. അപ്പോൾ ആൾ സ്വന്തം സ്റ്റേഷനിലൊരു കേസ് അങ്ങോട്ട് തിരക്കഥാക്കാൻ വിചാരിക്കുന്നതാണ്. അതാണ് കഥ. പക്ഷേ ആ ഒരു കേസിനൊരു പ്രശ്നമുണ്ട്. ആ ഫയൽ ആര് തൊട്ടാലും ആ സ്റ്റേഷനിൽ പിന്നെ കേസായിരിക്കും, അല്ലാതെ സസ്പെൻഷൻ, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതിനും പിന്നിൽ എന്തോ പ്രേതാത്മാവുണ്ട്, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആകെ എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു കേസിനെ കുറിച്ച് നമ്മുടെ നായകൻ അറിയുന്നത്. അപ്പോൾ ആൾ വിചാരിക്കും, അങ്ങനെ വെച്ചാൽ എന്തുകൊണ്ട് എൻ്റെ ഒരു തിരക്കഥ ഇതാക്കിക്കൂടാ എന്ന് വെച്ച ആൾ അതിന് തുനിഞ്ഞിറങ്ങുന്നതാണ്. അങ്ങനെ ആ ഒരു കേസ്, ആ ഒരു ഫയൽ ആൾ എടുക്കുന്നതും അതിനെക്കുറിച്ച് പഠിക്കുന്നതും പിന്നീട് ആൾക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ആ കേസ് തെളിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ കഥ. പക്ഷേ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു മിസ്റ്ററി അത് കിടിലനായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിൽ എന്തായിരിക്കും ഇത്, കേസിൻ്റെ കാര്യം എന്തായിരിക്കും, ഇതെന്താണ് ഇങ്ങനെ, അതെന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഫസ്റ്റ് ഹാഫിൽ ഫുള്ളായിട്ട് നടന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് കൊണ്ട് തൊലച്ച്, അതാണ് ഉണ്ടായത്. ആ ഒരു മിസ്റ്ററീനെ കവച്ചു വയ്ക്കുന്ന തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നെങ്കിൽ പടം വേറെ ലെവലായനെ. അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് കവച്ചു വയ്ക്കുന്ന മിസ്റ്ററിയും ഉണ്ടാവണം. പക്ഷേ ഇത് രണ്ടും എന്തോ ഒരു ബാലൻസ് ചെയ്യാതെ പോയ പോലെ തോന്നി, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. പക്ഷേ പെർഫോമൻസ് ഒക്കെ കിടിലനായിട്ടുണ്ട്. അത് മറ്റേ എന്താ പറയുക, ലിജോ മോളായാലും നമ്മുടെ കുഞ്ചക്കോവനായാലും പെർഫോമൻസൊക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് കുഞ്ചക്കോവൻ്റെ കിടിലനായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ആൾ. പക്ഷേ റൈറ്റിങ്ങിൽ വന്ന ഈ ഒരു പ്രശ്നമാണ് അത് എങ്ങും എത്താത്ത പോലെ തോന്നിയത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആയിട്ട് ഇതിന് കൊണ്ടുപോയി ഈ മിസ്റ്ററി ഒന്നും ആവാണ്ട് ചിലപ്പോൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി നന്നായിരുന്നു തോന്നി. കാരണം ആളുടെ പഴയ പടങ്ങളൊക്കെ പോലെ തന്നെ ഒരു റോ ആയി, റിയലിസ്റ്റിക്കായി, ഒരു പച്ചയായ രീതിയിൽ ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് കിട്ടിയേനെ തോന്നി, കുറച്ചും കൂടി ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയേനെ തോന്നി. പക്ഷേ മിസ്റ്ററി വന്നപ്പോഴും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ അത് കിട്ടുന്നത് തന്നെയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പണിപാടി. മ്യൂസിക് ചെയ്തിട്ടുള്ളത് മജീദാണ്, കിടിലനായി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഏരിയകളിലൊക്കെ അടിപൊളിക്ക് ആൾ നിർത്തിപ്പൊരിച്ചിട്ടുണ്ട് കിടിലനായിട്ട്. അതൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഈ ഒരു സ്ക്രിപ്റ്റിൽ വന്നൊരു പ്രശ്നം, ഷാഹി കബീറിനെ നമ്പിപ്പോയി. പക്ഷേ ആ നമ്പലിനുള്ള ഒരുപാട് ശരിക്കും പറഞ്ഞാൽ കിട്ടിയില്ല പടം ഫുൾ കണ്ടപ്പോൾ. എന്താ പറയുക, ഷാഹി കബീറിൻ്റെ ഒരു പടം കാണുന്ന ആ ഒരു പഞ്ചുണ്ടല്ലോ, അത് കിട്ടില്ല. പക്ഷേ ഇതൊരു കൂറപ്പടം ഞാൻ ഒരിക്കലും പറയില്ല. ഒരു വട്ടം പോയിട്ട് കാണാനുള്ള ഒരു പടമുണ്ട്, ഒരു വൺ ടൈം വാച്ചബിൾ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണാം. പടം കാണുന്നവർ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കും തുടർന്ന് ഇനി വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരിക്കലും ഇതൊരു മോശം പടമല്ല. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇതൊരിക്കലും ഒരു മോശം പടമല്ല. ഒരു വട്ടം തിയേറ്ററിൽ കാണാനുള്ളൊരു പടമുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി അടുത്തൊരു പടത്തിൻ്റെ വിശേഷമായി വരുന്നവരെ സൈനിങ് ഓഫ്, കാൻഡിൽമാൻ റിവ്യൂസ്.